മതം എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നാദ്യം പറയാം. മതം എന്താണെന്ന് പഠിച്ചിട്ടല്ലല്ലോ ആരും സ്വീകരിക്കുന്നത്. നമ്മളൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാൽ ഹിന്ദു മതവിശ്വാസിയാകും, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ ഇസ്ലാം മതവിശ്വാസിയാകും, ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചാൽ ക്രിസ്തു മതവിശ്വാസിയാകും. നമ്മുടെ അച്ഛനും അമ്മയും ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളതാണ് നമ്മളുടെ മതം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ ഒഴുക്കിനൊത്ത് അങ്ങനെ നീന്തുമായിരുന്നു ഞാനും. മുതിർന്നപ്പോൾ മതത്തെക്കുറിച്ച് സ്വന്തം നിലയിലൊന്ന് അന്വേഷിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങി. ആ സമയത്ത് രാമായണം, മഹാഭാരതം ഇതൊക്കെ ശക്തിമാൻ, സൂപ്പർമാനൊക്കെ പോലുള്ള കുട്ടിക്കഥകളായിട്ട് ആണ് തോന്നിയത്. അതുപോലെ മതം എന്ന് പറയുന്ന ആശയം മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒന്നാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. മതം ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു സംഗതി ആയതുകൊണ്ട് മതം വിടുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യമൊക്കെ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. എൻ്റെ അവിശ്വാസം ഞാൻ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞു പോരുക ചെയ്തത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം ഈ ഇല്ലാത്ത കഥകളുടെ പിന്നാലെ ഇങ്ങനെ പോയി സമയം പാഴാക്കി കളയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു മതവും ഫ്രീ അല്ലല്ലോ. എല്ലാ മതങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ ഫീസും ഉണ്ട്. അതായത് ഇപ്പോൾ പൂജകളും വഴിപാടുകളും അതിനൊക്കെ പൈസ ചിലവുണ്ട്. അക്കൗണ്ടിൽ പൈസ കയറിയെന്ന് ഉറപ്പാക്കിയിട്ടാണ് എല്ലാ ദൈവവും അനുഗ്രഹം കൊടുക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെറുതെ കളയുന്നത് പോരാഞ്ഞിട്ട് ആകെയുള്ളൊരു ജീവിതത്തിൽ ഇങ്ങനെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം, പിന്നെ നമ്മുടെ എനർജി, ഇതൊക്കെ വെറുതെ കളയുകയാണ് മതവിശ്വാസികൾ ചെയ്യുന്നത്. ജില്ലകളും സംസ്ഥാനങ്ങളെല്ലാം കടന്ന് ചെരുപ്പിടാതെ കല്ലും മുള്ളും ചവിട്ടി നടന്ന് ഒരു മലമുകളിൽ കയറി ചെന്ന് നീ തേടുന്നത് എന്തോ അത് നീ തന്നെ എന്ന ബോർഡും വായിച്ചിട്ട് ഒരു ശില്പത്തെ കണ്ട് സായുജ്യം പാവങ്ങൾ. അവരൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത്രയും ഇല്ലാത്തവരായിരിക്കണം നമ്മൾ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാനതിൽ അഭിപ്രായം പറയാനില്ല. എന്നെ സംബന്ധിച്ച് മതവിമർശനം പക തീർക്കലല്ല. പക തോന്നാൻ മാത്രം എന്നെ അങ്ങനെ മതം ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഇത് ഒരു ബാലഭൂമി, ബാലരമ, പൂമ്പാറ്റ മോഡൽ കഥകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയൊരു തട്ടിപ്പ് പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ബോധ്യം, എനിക്ക് കിട്ടിയ ഒരു ബോധ്യം സഹജീവികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു വിദ്യാഭ്യാസ പ്രവർത്തനമായിട്ടാണ് ഞാൻ യുക്തിവാദത്തിനെ കാണുന്നത്. ഈ മാറ്റത്തെ നെഗറ്റീവായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറയാം. അപ്പോൾ ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ഒരു മതാചാരരഹിത വിവാഹമായിരുന്നു. അപ്പോൾ താലി പോലും കെട്ടാത്തൊരു കല്യാണം ആയതുകൊണ്ട് ഇതിനെ കല്യാണമായിട്ട് അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ സന്തോഷത്തിൽ പങ്ക് ചേരാത്ത ബന്ധുക്കളുണ്ട് നമുക്ക്. അതുപോലെ ഞങ്ങൾ വീട് എടുത്ത സമയത്ത് വീട് പാർക്കെല്ലാം ഒരു ചടങ്ങായിട്ടൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഡിസൈഡ് ചെയ്തിട്ട് എല്ലാവരെയും കൂടെ ആ ദിവസം വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എല്ലാവർക്കും സൗകര്യപ്രദമാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറ്റുന്ന ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ 4 മാസം ആവാറായി വീട് വാങ്ങിയിട്ട്. ഇപ്പോഴും നല്ലൊരു ശതമാനം റിലേറ്റീവ്സും വന്നിട്ടില്ല നമ്മുടെ വീട് കാണാൻ. അപ്പം ഇങ്ങനെ സാമൂഹികപരമായിട്ടുള്ള ഒറ്റപ്പെടലുകളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു മാറ്റമായിട്ട് പറയാം. വാരഫലത്തിലൊക്കെ പറയുന്ന പോലെ ഈ ധനനഷ്ടം, മാനഹാനി ഇതൊന്നൊക്കെ ഒഴിവായി കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു മതവും സൗജന്യമല്ലാന്ന്. എല്ലാ മതങ്ങൾക്കും ഏറെയും കുറഞ്ഞുമൊക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് ബാധകമാണ്. അപ്പോൾ ഞങ്ങളിതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തത് കൊണ്ട് ഞങ്ങളിതൊന്നൊക്കെ ഒഴിവായി കിട്ടി. ഈ വക ചിലവുകളൊന്നും നമുക്ക് വരുന്നില്ല. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരു കല്യാണം നടത്തുമ്പോൾ അത്യാവശ്യം കടവും ബാധ്യതകളൊക്കെ ആവാറുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കലും വണ്ടിക്കൂലിയും എല്ലാം കൂടെ ഒരു 20,000 ഉള്ളിലേ ചിലവ് വന്നിട്ടുണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ വീട് പാർക്കലും നടത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും നടത്താൻ നമുക്ക് കാശായനത്തിൽ കുറച്ച് ലാഭമായി. പിന്നെ അതുപോലെ മാനഹാനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിലും
പറക്കുന്ന കുരങ്ങൻ്റെയും അതുപോലെ സംസാരിക്കുന്ന പാമ്പിൻ്റെയൊക്കെ കഥ വിശ്വസിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മാനഹാനിയാണ്. മതത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്കില്ലാത്തതുകൊണ്ട് ആ വകയിലുള്ള മാനഹാനി നമുക്കില്ല. മനുഷ്യർ സവിശേഷ ബുദ്ധിയുള്ള ജീവികളാണെന്നാണല്ലോ നമ്മൾ മനുഷ്യർ തന്നെ പറയുന്നത്. അത് സത്യമാവണമെങ്കിൽ നമുക്കുണ്ടെന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സവിശേഷ ബുദ്ധി നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളുടെ കാര്യത്തിലും പ്രയോഗിക്കണം. ഇപ്പോൾ ഈ പറക്കുന്ന കുരങ്ങൻ്റെ കഥ നിങ്ങളൊരു കുരങ്ങനോട് പറഞ്ഞു നോക്കിയേ, അത് നിങ്ങൾ കൈ കിട്ടുന്ന വല്ലതും എടുത്ത് എറിഞ്ഞു കൊടുക്കും. അതുപോലെ സംസാരിക്കുന്ന പാമ്പിൻ്റെ കഥ വല്ല പാമ്പിനോടും പറഞ്ഞാൽ അതെന്താ ചെയ്യുക? നിങ്ങൾ ചുറ്റി വരിഞ്ഞ് കൊത്തേ ഉള്ളൂ. ഇതുപോലെ സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ഒക്കെ പരിഹസിക്കുന്ന പൊട്ട കഥകൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് സയൻസിനെ സത്യം അറിയാനുള്ളൊരു മാർഗമായിട്ട് എല്ലാ മനുഷ്യരും അംഗീകരിക്കണ ഒരു സമൂഹത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ധവിശ്വാസമുക്തമായൊരു കിനാശേരിയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അന്ധവിശ്വാസങ്ങൾ മനുഷ്യരെ വിഡ്ഢികളാക്കുക മാത്രമല്ല, പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുകയോട് ചെയ്യുന്നുണ്ട്. ആരുടെ ദൈവമാണ് സത്യമായിട്ടുള്ള ദൈവം എന്നും പറഞ്ഞ അടിപിടി കൂടി മനുഷ്യർ കൊന്നും ചത്തും തീരുന്നത് ദൈവങ്ങളുള്ള കാലത്തോളം തന്നെ പഴക്കമുണ്ട്. പിന്നെ ഈ വെറുപ്പും കുടിപ്പകയും മതങ്ങളില്ലാതായ അവസാനിക്കും. പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടുന്നതാണല്ലോ മതവിശ്വാസം. സ്വന്തം ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മതവിശ്വാസത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇതൊന്ന് രക്ഷപ്പെടാൻ പറ്റിയേക്കും. ഇന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നാം, പക്ഷെ നാളെ മനസ്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് നന്ദി പറയുള്ളൂ. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. പലരും ഈ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ പേടിച്ച് അവിശ്വാസം പരസ്യപ്പെടുത്താറില്ല. നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ മതം സമൂഹത്തിലുണ്ടാക്കുന്ന ആ ഒരു ഡാമേജ് അത്രമേൽ നിങ്ങളെ ബോധർ ചെയ്തിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടത്തിനെക്കാട്ടിലും കളക്റ്റീവായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം, അതിനാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്. അതിൻ്റെ തെളിവാണല്ലോ അത്. ആ ഒരു ധീരതേനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അവിശ്വാസം പരസ്യപ്പെടുത്തൽ. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും മുതൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകാം അവിശ്വാസം പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ നിൽക്കുന്ന ഒരു തറ അത് ബലപ്പെടുത്തുക. എന്നുവെച്ചാൽ ആവശ്യത്തിന് വിദ്യാഭ്യാസം, സ്വന്തമായിട്ടൊരു ജോലി, ഇതൊക്കെ ആയിട്ട് ഒന്ന് നിവർന്ന് നിൽക്കാൻ പാകമായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം നിങ്ങളുടെ അവിശ്വാസം പരസ്യപ്പെടുത്തിയാൽ മതിയാവും. വോട്ട് ബാങ്ക് അല്ല എന്ന് കരുതിയിട്ട് യുക്തിവാദികളെ നിങ്ങൾ അവഗണിക്കരുത് എന്നാണ് എനിക്ക് സർക്കാരിനോടും രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ പറയാനുള്ളത്. മതസ്വാതന്ത്ര്യത്തിൽ ഈ മതരഹിതമായിട്ട് ജീവിക്കാനുള്ള പൗരസ്വാതന്ത്ര്യം ഉൾപ്പെടുമല്ലോ. അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ മതനിഷേധം പറയാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടും. മതരഹിതർക്കും ഉണ്ട് അന്തസ്സും അഭിമാനവും ഒക്കെ. പറഞ്ഞു വരുന്നത് മതവിശ്വാസികൾക്കുള്ളതായിട്ടുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മതനിഷേധികൾക്കും ഭരണഘടനാപരമായിട്ടുണ്ട്. വോട്ട് ബാങ്ക് അല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അവിശ്വാസികളെ അവഗണിക്കുകയോ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ ഈയിടെ ഉച്ചഭാഷിണി അതിനെതിരെ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അമ്പലവിശ്വാസികൾ അയാളെ ദേഹോപദ്രവം ചെയ്തതായിട്ട് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ടായി. ഇപ്പോൾ ഇത്തരം അവസരങ്ങളിലൊക്കെ ഭക്തരെ പേടിച്ച് നീതി നിഷേധത്തിന് കൂട്ടു നിൽക്കാതിരിക്കുക, നിയമം കയ്യിലെടുക്കാൻ മതഗുണ്ടകളെയും അതുപോലെ ആരെയും അനുവദിക്കാതിരിക്കുക.